ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ വഴിയിലെ ഉണ്ണി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഉണ്ണി, കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. നിലവിലെ നടപടിക്രമങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടൊരു ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞൊരു സംഘടന ഈ വിഷയത്തിലേക്ക് ഇടപെടേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായിട്ട് ഒരു സമാധി ഇരുത്തിയ ഒരു വിഷുവാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഗോപി സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഈ വിശ്വാസവും ആചാരത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദു വിശ്വാസ ആചാരപ്രകാരം ഒരു സന്യാസിക്ക് അദ്ദേഹത്തിന്റെ സമാധി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നൽകുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മക്കളുടെ അവരുടെ കടമ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുകയും അതിനനുസരിച്ച് ചില മാൻ മിസ്സിങ്ങിന് ഒരു പരാതി അന്നതിന്റെ ഭാഗമായിട്ട് ഇതൊരു മാധ്യമങ്ങളിലും മറ്റു തരങ്ങളിലും ഒരു വാർത്ത വരികയും അതിനനുസരിച്ചാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങള് പറഞ്ഞൊരു കാര്യം, അവർക്ക് ആ നീതി ലഭ്യമാകണം എന്ന നിലയിലേക്ക് പറഞ്ഞുകൊണ്ട് അവരുടെ ഡീറ്റെയിൽ മൊഴി എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അവരുടെ ഡീറ്റെയിൽ മൊഴി ഞങ്ങൾ പരാതി അവർ DYSP ആയിട്ടും സബ് കളക്ടറുമായിട്ടും സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ 2 പേരുടെ മൊഴി എടുത്ത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നു. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞത് നിയമം, അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന്റെ ഇടപെടലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ മാൻ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകണമെന്ന് അതിനെയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യം. പിന്നെ അന്ന് നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുന്നത് ഒരു വിശ്വാസം ആചാരം എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമ്മൾ പറയുന്നതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ്. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ് അദ്ദേഹം സമാധിയായത്. അതോടൊപ്പം തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സമാധി മണ്ഡപം പൊളിക്കാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങൾ ചെയ്യാതെ അത് പൊളിക്കാൻ വേണ്ടി വന്ന ദിവസവും എന്ന് പറയുന്നത് നമുക്കറിയാം ധനുമാസത്തിൽ തിരുവാതിരയാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഇടപെടുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യക്രമങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞൊരു കാര്യങ്ങളൊരു വ്യക്തതയിലേക്ക് അത് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില വിഷയങ്ങൾ അതിനനുസരിച്ച് ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ സമാധിയിലെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് പുറത്തു വരും. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്നും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന നിലയിലേക്കാണ് ഞങ്ങൾ ആ കാര്യത്തിലേക്ക്. തീർച്ചയായും വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ അവിടെ സൂചിപ്പിച്ചു, ഈ പറയുന്ന വ്യക്തി വർഷങ്ങളായി അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം മരുത്തോമലയിൽ അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത് മറ്റു കാര്യങ്ങൾ ആചാരത്തിന്റെ ഭാഗമായി പോകുന്ന വ്യക്തിയാണത്. അതെ, പക്ഷേ താങ്കൾക്കറിയാമല്ലോ, അദ്ദേഹം ഇതിലേക്ക് വരുന്നതിന് മുമ്പും അദ്ദേഹത്തിന് മറ്റൊരു ജീവിത രീതി ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, പല ജീവിത രീതികളിലൂടെ കടന്നു വരും. അതിൽ വിശ്വാസവും ഒരു ഭാഗമാണ്. നേരത്തെ ഇദ്ദേഹത്തിന്റെ ജീവിത രീതി, ഇയാൾ ചെറുപ്പം മുതലേ ഇതേ ധാരയിലൂടെ സഞ്ചരിച്ച ആൾ എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ ആണെങ്കിൽ പോലും നമുക്കറിയാം ഇതിപ്പോൾ സംശയങ്ങൾ ഉളവാകുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദു സംഘടനകളിൽ അതിനകത്ത് ഇടപെടുന്നത് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു പ്രചരണം അതിനകത്ത് വന്നു. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കല്ലറ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഹിന്ദു വിശ്വാസ ആചാരപ്രകാരം അതിന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ വീണ്ടും ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രകാരം നമ്മൾ പറയുന്നത് അതിനകത്ത് സമാധി ഇരുത്തുക എന്നുള്ളത് സമാധി മണ്ഡപം എന്നാണ് ഞങ്ങൾ വാക്ക് ഹിന്ദു നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരണം. അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാവട്ടെ. നമ്മളൊരു നടപടിക്രമത്തിന് ഇവിടെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പോലീസിന്റെ അതോടൊപ്പം തന്നെ കോടതിയുടെ ഇടപെടൽ അതിനകത്ത് വരരുത് എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിയമം നടപ്പിലാകണം, ഭരണഘടനയും നിയമ സംവിധാനം അത് നടപ്പിലാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഇതിലെ സമയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണല്ലോ. ഇപ്പോൾ സമാധിയായി എന്ന് പറയുന്ന സമയം, പിന്നീട് ഈ കല്ലറ പൊളിക്കണം എന്ന് പറയുന്ന സമയം. പക്ഷേ ഒരു അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് എത്രയും പെട്ടെന്ന് ഒരു വിവരം ശേഖരിക്കുക. താങ്കൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ എത്രയോ വാർത്തകളിൽ, അതായത് ഓരോ മണിക്കൂറുകൾ എന്നതും ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, അന്വേഷണ സംഘം അതിന് ഗോൾഡൻ അവർ എന്നൊക്കെ പറയും. അതായത് ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്തേണ്ട ഒരു ഗോൾഡൻ അവർ ഉണ്ട്. അത് നഷ്ടമാക്കാൻ ഒരു അന്വേഷണ സംഘവും തയ്യാറാവില്ല. അപ്പോൾ ഒരു പരാതി ലഭിച്ചാൽ എത്രയും പെട്ടെന്ന്, അതായത്
ഒരുപക്ഷെ ഈ കല്ലറ പൊളിച്ച് പിന്നീട് അവിടെ നിന്നും മൃതദേഹം മാറ്റുവാൻ ആ കുടുംബത്തിന് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം അവിടെ നടത്താതിരിക്കണം. ഇതൊക്കെയാണല്ലോ അന്വേഷണ സംഘം പ്രയോറിറ്റി നൽകുന്നത്. അല്ല, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജനുവിനുള്ള ഒരു മാൻ മിസ്സിങ്ങിന്റെ കേസാണ്, സ്വാഭാവികമാണ്. അപ്പൊ മാൻ മിസ്സിങ്ങിന് കേസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഡിവൈഎസ്പി ആയിട്ടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ ജില്ലാ സബ് കളക്ടറുമായിട്ടും അദ്ദേഹത്തിന്റെ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചത് അദ്ദേഹത്തിന്റെ മക്കളുടെയോ അവരുടെയോ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു മാൻ മിസ്സിങ്ങിനുണ്ട്, വിഷയമുണ്ട്, അതായത് ഇങ്ങനെ ഇന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ സമാധി എത്തിക്കുന്ന ആവശ്യപ്പെടുന്നു, അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് അവർ എഫ്ഐആറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ആ എഫ്ഐആർ ഞങ്ങൾ നോക്കിയതാണ്. ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽ നോക്കി. അപ്പോൾ ഈ രണ്ട് മക്കളുടെയും അതോടൊപ്പം തന്നെ അമ്മയുടെയോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൊഴി അതിനകത്തില്ല. നമ്മൾ ഈ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഹിന്ദു ഐക്യവേദിയിൽ ഇതിലൊരു പരാതി നൽകിയതിന് ശേഷമാണ് 4 മണിക്കൂർ നീണ്ടു നിന്ന ഈ മൊഴി എടുക്കുന്നത്. അപ്പൊ അതൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ അനുസരിച്ചിട്ടല്ല അതിനകത്ത് കാര്യങ്ങൾ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ ഈ നിയമപരമായി തന്നെ അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ ട്രാക്കിലൂടെയാണ് അന്വേഷണ സംഘവും പോലീസും ഒക്കെ പോകുന്നത് എന്ന അഭിപ്രായമുണ്ടോ? അതെ അതെ ഉണ്ട്. അന്വേഷണ സംഘത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ നടപടിക്രമങ്ങളുമായി ുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇടപെടുന്നത്. അതിനകത്ത് എന്തെങ്കിലും മറ്റ് നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പോരാട്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹിന്ദു സംഘടനകൾ എന്ന നിലയിൽ ആ സംഘടനാപരമായിട്ടുള്ള അതിനകത്തുള്ള ഇടപെടൽ അതിനകത്തുണ്ടാകും. ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങളിൽ നമ്മൾ ഹിന്ദു ഐക്യവേദി നിലയിൽ സംഘടനാ രീതിയിൽ അതിനകത്തൊരു ഇടപെടലുമില്ല. നിയമത്തിന്റെ വഴി പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്ന്. ശരി, ഒരു കാര്യം കൂടി താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, അതായത് ഈ വ്യക്തി വർഷങ്ങളായി ആത്മീയ രംഗത്തുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇത് നടന്നത് എന്ന്. മറ്റാരോടെങ്കിലും ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി ഇത്തരം ആഗ്രഹങ്ങൾ പങ്കുവെച്ചതായി താങ്കൾക്ക് അറിയാമോ? അദ്ദേഹത്തിന്റെ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇതിനകത്തൊരു വലിയൊരു ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പൊ എന്റെ ഒരു വീട്ടിൽ എന്റെ ഒരു അച്ഛനോ അല്ലെങ്കിൽ എന്റെ അമ്മയോ അവരുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുന്നത് തൊട്ടടുത്ത് അതിൽ പറയുന്നത് മക്കളോടത്താണ് അല്ലെങ്കിൽ ഭാര്യയോടത്താണ് ആ കാര്യം പറയുന്നത്. അദ്ദേഹം വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എഴുതി നൽകിയിട്ടില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഭാര്യയും മക്കളും പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ചോദിക്കാൻ കാരണം താങ്കൾ പറഞ്ഞല്ലോ ഈ ആത്മീയ രംഗത്ത് ഉള്ള ആളാണ്, അവിടെ ക്ഷേത്രത്തിലൊക്കെ നിരന്തരം പൂജയൊക്കെ നടത്തിയിരുന്ന ആളാണ്, മറ്റുള്ളവരുമായി ഇടപെട്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ക്ഷേത്രം അവിടുത്തെ നാട്ടുകാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന 2017 അവിടുത്തെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക, അതോടൊപ്പം തന്നെ ആ ഉത്സവത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ക്ഷേത്രത്തിൽ ഉത്സവ പൂജ നടത്തിയതാണ്. അതിന് പുറത്ത് നാഗരുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, അവിടെ വിട്ടും മറ്റു കാര്യങ്ങൾ ക്രമങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാണ്. ശരി, അപ്പൊ അതൊരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എനിക്കൊരു സമാധി ആവുക എന്നുള്ളൊരു കാര്യം സ്വന്തം മക്കളോട് പറഞ്ഞു എന്നുള്ളതാണ്. ആ മക്കൾ പറയുന്ന ഒരു കാര്യത്തിൽ ഞങ്ങളും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരത് സമാധി കാര്യം അതിന്റെ മെറിറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ചില പോരായ്മകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, ഒരാളുടെ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം സമാധിയാണെങ്കിൽ ആ സമാധി അതായത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് മക്കൾ ഇടപെട്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുന്നു. അല്ല എങ്കിൽ തീർച്ചയായും ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികതയുണ്ടെങ്കിൽ അത് ആ വഴിക്ക് തന്നെ പോകട്ടെ, അതിനനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ. ശരി, വളരെ നന്ദി ശ്രീ ഉണ്ണി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പറയുന്നതനുസരിച്ച് നിലവിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം നേരത്തെ അത്തരം സാങ്കേതികമായ നടപടിക്രമങ്ങളിലടക്കം ചില പിഴവുകൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകൾ ഹിന്ദു ഐക്യവേദി ഉയർത്തിയത് എന്നുള്ളതാണ് വഴിയില ഉണ്ണിയുടെ പ്രതികരണം.